എത്രയും ബോധം മഹാരാജു രാജ്യം ചെറുതാണെങ്കിലും രാജാവ് മഹാരാജാവ് തന്നെ. രാജ്യം ചെറുതാണെങ്കിലും രാജാവിന്റെ പേര് ചെറുതല്ല. അദ്ദേഹത്തിന്റെ പേര് ഉണ്ടാവില്ല. ഞാൻ ശ്രമിക്കാം. ദിഗംബര ഘടോൽഗജ മരണഖണ്ഡ ഇടുംപദത്തൻ. ദിഗംബര ഘടോൽഗജ മരണഖണ്ഡ ഹിഡുംബദത്തൻ. ചരിത്രപ്രസിദ്ധവും മനോഹരമായ കൊട്ടാരത്തിൽ സംക്ഷിപ്തവും അടിയുറക്കുന്നതുമായ ഈ സിംഹാസനത്തിൽ വാണരുന്ന പൊന്നുതിരുമേനി അവിടുത്തെ മുഖ്യോപദേഷ്ടാവ് ബ്രാഹ്മണൻ ആദിശേഷൻ പട്ടത്തിൽ ബ്രാഹ്മണ്യത്തിൽ കടുകിടാ മാറ്റമില്ലാത്തവൻ. വിവരം കമ്മി തലക്കനോ കേമം. ഇനി സേനാനായകൻ കീചകവർമ്മൻ ശുരൻ മുടന്തൻ ശിരൻ മുടന്തുണ്ടെങ്കിൽ എന്താ സേനാനായകനല്ലേ? തല കട്ടിയായ സേനാനായകന് കാലി കഷ്ടിയായ പിന്നെ പട്ടമഹിഷിയും മഹിഷിമാരും അവരുടെ സന്താന പരമ്പരകളുമായിട്ട് ഒരു വളരയിക്കുവാനുള്ള ജനം ഈ കൊട്ടാരത്തിൽ ഒന്നും താമസിക്കുന്നുണ്ട്. അവരൊന്നും ഈ കഥയിൽ വരാത്തതുകൊണ്ട് അവരെ പരിചയപ്പെടുന്നില്ല. അടുത്തത് ശൂരകൻ അഥവാ അമ്പട്ടൻ. തിരുമേനിയുടെ അമ്പട്ടൻ തിരുവമ്പട്ടൻ. അമ്പട്ടൻ ചന്ദ്രരാമൻ. അമ്പട്ടൻ അമ്പട്ടൻ ചന്ദ്രരാമൻ കുമ്പിട്ടൊരു കത്തിയെടുത്തു ചത്തോറിൽ തെറ്റുവിലുക്കി ഒന്നാന്തരമായി മോചവരുത്തി കീഴെ താടിയിൽ ചുവടിച്ചു മേലെ താടിയിൽ കൊണ്ടുമുറിഞ്ഞു മേലെ താടിയിൽ ചുവടിച്ചു കീഴെ താടിയിൽ കൊണ്ടുമുറിഞ്ഞു അമ്പട്ടൻ ചെമ്പകരാമൻ. അങ്ങനെ നിൽക്കുന്ന ആളുകൾ എന്നാൽ കഥ കേൾക്കാൻ വേണ്ടി മാത്രം വന്നവരല്ല ഇവർ, കാണാനും കൂടി വന്നവരാണ്. അതാ അതിന്റെ ശരി. എന്നാ ഞങ്ങൾ അങ്ങോട്ട് അടിയൻ അമ്പട്ടൻ ചെമ്പകരാമൻ. അപ്പോ തൊഴിലാളായി നമുക്ക് നമ്മുടെ പണി തെറ്റാണ്. അതൊക്കെ മതിയാ. എങ്ങനെ നേരം എടുക്കാതിരിക്കും? കത്തി അത്രയ്ക്കും കേമമല്ലേ? ആ കത്തികൊണ്ട് ഗുണം പഠിക്കാൻ വിധിക്കുന്നതിന് പേരും തല വെട്ടിക്കൊല്ലാൻ വിധിക്കുന്നതാണ്. ഇതൊരു വിചിത്ര സ്വഭാവം തന്നെ. സാധാരണ മനുഷ്യരെല്ലാം രാവിലെ എഴുന്നേറ്റ അത്യാവശ്യത്തിന് ചെയ്യുന്ന പ്രഭാത കർമ്മങ്ങളൊന്നുമല്ല ഇവിടെ. അതരം തുടങ്ങിയ ഇഞ്ചി കടിച്ച കുഴങ്ങന്റെ മട്ട ഇഞ്ചി കടിച്ചിട്ടില്ലാതെ ഉള്ളൂ.
ചെമ്പകരാമന്റെ ഒരു ഭാര്യ അതെന്താ നാട്ടിൽ എത്ര ആൺകുട്ടന്മാരുണ്ട് അവരൊക്കെ കഞ്ഞിക്ക് വകയില്ലാതെ കണ്ടോടെ മുന്നിൽ താടിയും മുന്നിൽ പഠിച്ച് നടക്കുമ്പോൾ നമ്മുടെ ഈ തിരുവമ്പട്ടന തിരുമേനിയുടെ മുഖവും പഠിച്ച് മുടിയും പഠി കഴിയല്ലേ അത് പിന്നെ തിരുമേനിയുടെ തലയിലും മുഖത്തും പെരുമാറുന്ന കല്ല് മറ്റുള്ളവരുടെ തലയിലും മുഖത്തും പെരുമാറിയ അന്തസ്സുമായില്ലേ അത്യന്തമായില്ലേ അതാ അതിന്റെ ശരി അയ്യനാണ് ചെമ്പകരാമൻ കഴിയാറായോ തുടങ്ങിയിട്ടുണ്ടാവും വളരെ തന്ത്രപ്രധാനമായൊരു കാര്യം തിരുമേനിയോട് ഉറപ്പിക്കണം തിരുമേനിയാണെങ്കിൽ തന്ത്രപ്രധാനിയുമാണല്ലോ മർമ്മപ്രധാനവുമാണ് മർമ്മബുദ്ധിയുമുണ്ടോ എനിക്ക് നടന്നോളൂ അങ്ങോട്ടല്ല തിരുമേനി അങ്ങോട്ട് അപകടത്തിലാവും ക്ഷൗര സമയത്ത് ആരെങ്കിലും അകത്തോട്ട് കടത്തി വിട്ട ഈ അടിയാട്ട തലയിൽ തകരാറിലാവും ഇവിടെ ഇങ്ങനെ കിടന്ന് നടക്കാണ്ട് അവിടെ നമ്മെ ഇരുത്താൻ നീ അടിയാ ക്ഷമിക്കണം ശിഖണ്ഡപുരി രാജാവിന്റെ മുഖ്യ ഉപദേഷ്ടാവ് അങ്ങനെയുള്ളൊന്നോ ഈ മഹാരാജ്യത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയാൻ അതിനെ കുറിച്ച് സംസാരിക്കാൻ സംസാരിക്കാൻ പോയാൽ അങ്ങനെ ഇല്ലാതാവും ശത്രുക്കൾ പടയൊരുക്കം തുടങ്ങിയിരിക്കുന്നു രഹസ്യാന്വേഷണ വിഭാഗക്കാർ പറഞ്ഞറിഞ്ഞതാണ് അത് നമ്മെ ആക്രമിക്കാനുണ്ടാവില്ല അത് നിനക്കെങ്ങനെ അറിയാം സായുധമില്ലാതെ സത്യമുണ്ടെങ്കിൽ പോലെ നമ്മെ കീഴ്പ്പെടുത്താൻ അത്രയ്ക്കുണ്ട് നമ്മുടെ വീരത നീ മുളത്തിൽ കയറി കൊത്താൻ തുടങ്ങിയിട്ട് എനിക്ക് നേരായി മുറം മറ പിടിച്ച് കൊത്തുന്നതിനേക്കാൾ നല്ലത് ഇതൊക്കെ അങ്ങനെ പുറത്തേ കയറി കൊത്തുന്നതാണ് നല്ലതെന്ന് അടിയന് മനസ്സിലായില്ല മുറം മറ പിടിച്ചാൽ കൊത്തുന്നതാരും കാണുന്നില്ലെന്നാണല്ലോ അങ്ങനെ മുറം മറ പിടിച്ച് കൊത്തുന്നവരെയൊക്കെ കൊത്തി വിഴുങ്ങുന്നവരെയൊക്കെ ആദ്യം കാണാറുണ്ട് മുറവളത്തില നിർത്തി തരണം നിർത്തി തരണം അപ്പോൾ ലാഭായി അടിയന്റെ കുടിയിൽ വളർന്ന് അടിയന്റെ പങ്ക് കഞ്ഞി കൂടി കുടിക്കാനോ എന്നാലും അവറ്റയുടെ വിശപ്പ് മാറോ എന്നൊരു സംശയം ഇല്ലാതില്ല എന്തിനാണ് ആദ്യം പറയാൻ പോകുന്നത് കുത്തിയെടുക്കുന്നുണ്ട് ഒരർത്ഥത്തിന് കൈക്കൂലി അഴിഞ്ഞെഴുന്നിട്ട് ഇടയ്ക്കുന്ന പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സുഖമില്ല ഉള്ളത് പറഞ്ഞാൽ ഒഴിയഞ്ചിരിക്കും കഞ്ഞി കിട്ടില്ലാതുകൊണ്ട് നമ്മുടെ പണി തീർക്കാം എന്തായി അപ്പട്ട ഓ ഇന്നത്തെ ഒരു വിധാനം കഴിഞ്ഞു അതെല്ലാം നമുക്ക് അങ്ങനെ പറഞ്ഞു പറയാം കത്തീന്റെ കൂടെ ആ കത്തിയൊന്നു മാറ്റാന്ന് പറഞ്ഞ അവിടെ തന്നെ കേൾക്കില്ല അച്ഛന്റെ കാലം മുതൽ പാരമ്പര്യമായിട്ട് ഉപയോഗിച്ച് വരുന്നതാണ് പഴമയ്ക്കും പാരമ്പര്യത്തിനും ഒരു വിലയുണ്ടല്ലോ എന്നാ എന്റെ കത്തി കൊണ്ടുവരാന്ന് പറഞ്ഞ അയ്യാ കൈത്തായി ഞാൻ വണ്ടി
അമ്പട്ടന്റെ ഒരു ഭാഗ്യം ആളുകളെ പണിയെടുക്കാതെ തന്നെ തങ്ങളുടെ കിണയ്യ ഭയങ്കര എന്നാലും എല്ലാവരും എന്റെ അമ്പട്ട നല്ല വിളിക്കരുത്. ഞാൻ തമ്പുരാനെ വന്ന അമ്പട്ടനല്ലേ? തമ്പുരാന്റെ അമ്പട്ടനെ തമ്പുരാനെ വിളിക്കാൻ പറ്റില്ലേ? എന്താ വിളിച്ചാല് ഇവിടെ എത്തുമ്പോ കത്തി ഇവിടെ വെച്ചൊരു ചോദ്യം, രാജ്യം വേണോ ജീവൻ വേണോ? ജീവനിൽ കൊതിയുള്ളവരാണെങ്കിൽ രാജ്യം എനിക്ക് അത് ഉറപ്പ്. പിന്നെ ഞാൻ രാജാവ് എന്നോട് കളിക്കാൻ വരുന്നത് കേട്ടോടാ. ഉണ്ണുന്ന ചോറിന് നന്ദിയുള്ളവനാ ഞാൻ. അതുകൊണ്ട് ഞാനായിട്ട് അത് ഉണ്ടാവില്ല, ഉറപ്പ്. നാട് കൊള്ളാമോ? അതായില്ല. എടാ, മര്യാദയ്ക്ക് രണ്ടും നടന്നാല് നേരത്തിന് കഞ്ഞി കുടിക്കാം, ഇല്ലെങ്കിൽ ചൊറി കുത്തി വീട്ടിലിരിക്കാം. അങ്ങേരുടെ മക എന്താ കഴിഞ്ഞോ ശൗരം? കഴിയാതെ അടിയൻ ഇവിടെ നിൽക്കുക. എന്താണ് പൊട്ട നിനക്കൊരു ധിക്കാരം? തിരുവേദിയുടെ ശിരസ് ദിവസവും കുറെ നേരം അടിയന്റെ കയ്യിലാണെന്നുള്ളതിന്റെ ധിക്കാരമാണ്. നീ നമ്മെ വേണ്ട വിധത്തിൽ വില വെക്കുന്നില്ലെന്ന് നാം മനസ്സിലാക്കുന്നു. അമ്പട്ടം പൂത്ത തമ്പുരാനാവില്ല. ഓട്ടോ ഓട്ടോ. വില വെക്കേണ്ടവരൊക്കെ അടിയൻ വില വെക്കുന്നുണ്ട്. എന്താ നോം അതിൽ പെടില്ലേ? സ്വയമേതായാലും മനസ്സിലാക്കിയത് നന്നായി. എന്താ അങ്ങോട്ട് മനസ്സിലായില്ല? അട്ടതിരി ഓ അത് പറഞ്ഞ അങ്ങ് ഒന്നുകൂടി കോപിക്കും. പറയൂ, എന്താ വെച്ചാ പറയാ. ഈ ഇടയായി അങ്ങക്ക് എന്നയോട് ഒരു തരം ദാരിദ്ര്യത്തിലുള്ള പെരുമാറ്റമാണ്. പിന്നെ ആനയെ പേടിക്കാം, ആനപ്പിണ്ടത്തെ വേണോ എന്ന് അടിയന്റെ മനസ്സിലൊന്ന് തോന്നി. എന്താ ഇതാ ആദ്യം പറഞ്ഞത് അങ്ങ് കോപിക്കുന്നു. നീയും നിന്റെ തൊഴിലും നമുക്ക് തങ്ങള് പിടിക്കണില്ല. മോനെ അതിനെപ്പോഴും ഒരു പുച്ച പുച്ച, മനസ്സിലായോ? ഏതായാലും തുടങ്ങി, ഇനി മുഴുവനും പറയാം. പറയാ. യുദ്ധാവശ്യത്തിനുള്ള വാളും കുന്തവും അയൽ രാജ്യത്തെ
അതിന് കൈത്തറയെ കൈക്കൂലി വാങ്ങിക്കോ കൊടുത്തു. പട്ടി നിർത്തടാ. ഇതൊക്കെ അന്വേഷിക്കാൻ നിന്റെ ആരാ ഏർപ്പാട് ചെയ്തത്? മഹാരാജാവോ? അല്ലേ തമ്പുരാന്റെ അമ്മട്ടൻ ഒരു പാവം കീഴ്ജാതി പ്രജ. മോൻ ആരാണെന്ന് നിനക്കങ്ങനെ കാണിച്ചു തരണം. മോൻ ആരാണെന്ന് നിനക്കങ്ങനെ കാണിച്ചു തരണം. കാണിച്ചു തരണം. ലോകം തിരിയണത് എത്രയാവോ ഒന്ന് വന്നട്ടാ. ചമ്പുസേന പടയെടുത്ത് പൊങ്ങിയിരുന്നു. ഇരിക്കട്ടെ. യുദ്ധം വന്നാൽ യുദ്ധത്തിൽ പോയി തരില്ലേ? ആലോചിക്കുമ്പോ ശങ്ക. അങ്ങനെ പോലുള്ളൊരു പട നയിക്കാനുള്ള നേതാവുണ്ടെങ്കിൽ പിന്നെന്താ മേടിക്കാനുള്ളത്? വേണ്ടി വന്നാൽ ദാ, അവിടെ ഇരിക്കണം യുദ്ധയും മോഹനത്ത്. മോഹം അറിഞ്ഞെടുത്ത് കഴിച്ച ശിഖണ്ഡപുരി മഹാരാജാവ് മാമാവും. എന്നാ പിന്നെ ഒന്ന് കഴിച്ചൂടെ? ഐ, രാജ്യത്ത് നല്ലൊരു ഭരണം കിട്ടുമല്ലോ. മോഹിനിയായിട്ടല്ല, രാജദ്രോഹമുണ്ടോ എന്നൊരു ശങ്ക. അങ്ങേക്ക് എന്തിനൊരു ശങ്കല്ലോ. പിന്നെ ധീരതി അന്തിയുദ്ധത്തിന് പോയിട്ട് അങ്ങനെ സേനാനായകൻ മോൻ എന്താ ചെയ്യാ? അപ്പൊ ഈ കാലും വെച്ച് ഇങ്ങനെ പണം നയിച്ച ഈശ്വരാ, എന്താ പേടിക്കോ? ഐ, പേടിയോ നമുക്കോ? പച്ചിലപ്പള്ളി മഹാരാജാവും മോഹൻ തമ്മിലുണ്ടായിരുന്ന യുദ്ധം തനിക്ക് ഓർമ്മയുണ്ടോ? ഹാ, നോവങ്ങൾ തീരമായിട്ട് അങ്ങോട്ട് പണം നയിച്ചു. ഏറ്റവും അങ്ങോട്ട് തീർത്തങ്ങോട്ട് പറഞ്ഞോടാ. നമ്മുടെ സൈന്യത്തിന്റെ ഭാഗത്ത് ആകാശമാണ് കൂടിയപ്പോ നമ്മുടെ സേനകളുടെ ധൈര്യം അല്പം അങ്ങോട്ട് ചോർന്നു പോയി എന്ന് പറഞ്ഞ സത്യം തന്നെയാ. പക്ഷേ നോം ധീരമായിട്ട് പോരാടി. നാം നോക്കുമ്പോ നമ്മുടെ സേനയിട്ട് അങ്ങോട്ട് തിരിഞ്ഞോളൂ. നാം എന്താ ചെയ്യാ? നോം വിട്ടുകൊടുത്തില്ല. നോവും അങ്ങോട്ട് കുതിരയെ അങ്ങോട്ട് തിരിച്ചു. എന്താണ് വന്ന ശത്രുരാജ്യത്ത് ഒരു ശബ്ദം തന്ന സമ്മതമായി നീ കാല്. എന്നിട്ടും നോം വിട്ടുകൊടുത്തില്ല. കുതിരയെ പായിച്ച് 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 സേനയുടെ മുമ്പിലെത്തി. എന്തിനാ അങ്ങനെ ചോദിക്കി? പട നയിക്കുന്നവൻ എപ്പോഴും പടയ്ക്ക് മുൻപിലുണ്ടായിരിക്കണം. അത് മുൻപോട്ടായാലും പിൻപോട്ടായാലും. അതാണ് ശരി. അതാ ധീരത. പക്ഷേ യുദ്ധമുണ്ടായ നമ്മുടെ പടയും കൊണ്ട് ഇങ്ങനെ പോകേണ്ടത് ആലോചിക്കുമ്പോ ഈശ്വരാ, രാജാവിന് പറ്റിയ സേനാനായകൻ. അതൊന്നും കാര്യം ചെയ്യാ. പറയാ സംബന്ധം വിട്ടിരുന്ന് അങ്ങനെ വളരായില്ല. അമ്പട്ടനാണേലും ഒരു ബുദ്ധിയുണ്ട്.
ഈ രവീരസൂര്യ പരാക്രമി ഉഗ്രകോപിഷ്ഠനും കല്ലേ പിളർക്കുന്ന കൽപ്പനയിടുന്നവനും നീതിമാൻ ദയാലുവായ സിരകളിൽ യുവരക്തം തുടിക്കുന്നവനും ലോകത്തിന്റെ പ്രതീകവും വിശിഷ്യ പ്രജകളുടെ മാന്യ കണ്ണിലുണ്ണിയും രോമാചവുമായ രാജ്യത്തിലെ ദിഗംബര ഗണോരഗത മരണകലർന്ന ഇടുംബര അയ്യത്തിന്റെ ഇറക്കമൊക്കെ തീർക്കണം. ഉത്തരവ്. എത്രാമത്തെ തവണ നാം കൽപ്പിക്കുന്നു, എത്രാമത്തെ തവണ നാം ഉത്തരവ് പറയുന്നു. അറിയണം. ഇന്നത്തെ വിചാരണയ്ക്കുള്ളവരെ ഓരോരുത്തരെയായി ഹാജരാക്കൂ. വാവില്ലാത്തോപ്പിൽ സുഗ്രീവൻ മകൻ ഹനുമാൻ കുട്ടൻ വാവില്ലാത്തോപ്പിൽ സുഗ്രീവൻ മകൻ ഹനുമാൻ കുട്ടൻ വാവില്ലാത്തോപ്പിൽ സുഗ്രീവൻ മകൻ ഹനുമാൻ കുട്ടൻ ആരുണ്ടോ ആരുണ്ടോ എന്താ ഇവന്റെ പേരിലുള്ള കുറ്റം? ഇവൻ ഒരു ദുഷ്ടനും ക്രൂരനുമാണ്. അങ്ങനെയാണോ? ഇങ്ങനെയല്ല ഇവൻ മുമ്പ് ധാരാളം ക്രൂരകൃത്യങ്ങൾ ചെയ്യുകയും ആളുകളെ ദ്രോഹിച്ചിട്ടുള്ളവരുമാണ്. അങ്ങനെയാണോ? അങ്ങനെയല്ല മറ്റൊക്കെ പറയുന്ന ഒന്നും ഇവൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇവൻ നിരപരാധിയാണ്. ശുദ്ധതോട ഒന്നാണ് പുറത്ത അവ സത്യം പറയും. നേര് പറയണ നിന്നോട് നേര് പറയണ മഹേഷിക, എന്താണ് വരുന്നത്? ഇവനോടും ഇന്ന് രാവിലെ ഒരു കൊലപാതകം ചെയ്തിരിക്കുന്നു. അത് കൊലപാതകമൊന്നും അല്ല തിരുമേനി, ഒരു ബലിയായിരുന്നു. ബലിയോ? അതിരാവിലെ ഒരുത്തരം നടുവഴിയിലിട്ട് കുത്തിക്കൊല്ല, എന്നിട്ട് ബലിയാണെന്ന് നേര് പറയണ. എന്താണ് മിണ്ടാത്തത്? മിണ്ടിയില്ലെങ്കിൽ വാളുകൊണ്ട് നിന്നെ കഴിയിച്ചില്ല. അടിയൻ പറഞ്ഞോളൂ. ഒന്ന് തിരുമേനി, ഇന്നലെ രാത്രി അടിയന് കാളിഭഗവതി പ്രത്യക്ഷപ്പെട്ടു. സത്യമായിട്ടും കാളി ഭഗവതി നിനക്ക് പ്രത്യക്ഷപ്പെട്ടോ? അടിയൻ നുണ പറയാറില്ല തിരുമേനി. ഇവൻ എന്താ തിരുമേനി കാണിച്ചത്? കാളി ഭഗവതി നേരിൽ കാണാൻ ഉണ്ടായിട്ടുണ്ടോ? ഇവനോ? ആ നിനക്ക് ഇവൻ അനുഗ്രഹീതനല്ലേ? അടിയനെ വേണ്ടി യാതൊന്നും ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ട് ഒരു വരവും ചോദിക്കാതിരിക്കേ. അടിയൻ ഈ നാടിനെ തന്നെയാണ് ചോദിച്ചത്. ഈ നാടിനെ സർവ്വവിധ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുന്നതിനെ ആലോചിക്കുന്നു. എടുക്കാൻ രാജ്യശേഷി അങ്ങനെ ചെയ്താൽ ഈ നാടിനെ സർവ്വവിധ ആപത്തുകളിൽ നിന്നും രക്ഷിക്കാമെന്ന് പദ്ധതിയെ നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു നടപടി നടത്തിയാൽ ഈ നാട്
ഈ രാജ്യസ്നേഹിയെ കെട്ടിക്കൊണ്ട് വന്നത് ആര്? ഒരുത്തരെ ഒരു സാധു മനുഷ്യനെ നടുവഴിയിട്ട് കൊത്തിക്കൊന്നത് സേവനമോ? എന്താ രാജ്യത്തിന് വേണ്ടി അങ്ങനെ ചെയ്യേണ്ടി വരും. എല്ലാ ബഹുമതികളോടുകൂടി ഇദ്ദേഹത്തെ ഈ രാജ്യസ്നേഹിയെ വീട്ടിലെത്തിച്ചു. അടിയൻ നടക്കൂ രാജസ്നേഹി. ഭാഗ്യവാൻ. അവൻ വലിയൊന്നുമല്ല ചെയ്തത്. അങ്ങനെ പറിച്ച് പറ്റിക്കാൻ അവൻ വെറുതെ പറഞ്ഞതാണ്. ഏയ് അങ്ങനെയല്ല. മുഖത്തെ ഒരു തേജസ് കണ്ടുപോകാൻ ഇവൻ പൂർവ്വ വൈരാഗ്യം പറ്റി അതിരാവിലെ പതിയിരുന്ന് ഒരു പാവത്തിന് അങ്ങനെ കുത്തി അങ്ങനെ പോകുന്നു. ചത്തവൻ നന്നായി പണിയെടുക്കുന്നവനും നാട്ടിലെ പ്രിയപ്പെട്ടവനുമായിരുന്നു. ആയിക്കോട്ടെ. കാളിയമ്മയ്ക്ക് വേണ്ടിയല്ലേ? നിനക്ക് ഈ കൊലപാതകങ്ങളൊക്കെ അതൊക്കെ കാളിയമ്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ അതങ്ങനെയല്ല. കാളിനാമം ഉച്ചരിച്ചുകൊണ്ടാണെങ്കിൽ അറിവുമല്ല. മനസ്സിലായില്ലേ? മനസ്സിലായി. ഇല്ലിച്ചോട്ടിൽ ശബരിപ്പിള്ള മകൻ ദുശാസനപ്പിള്ള. ഇല്ലിച്ചോട്ടിൽ ശബരിപ്പിള്ള മകൻ ദുശാസനപ്പിള്ള. ഇല്ലിച്ചോട്ടിൽ ശബരിപ്പിള്ള മകൻ ദുശാസനപ്പിള്ള. ഹാജരുണ്ടോ? 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 എന്താ ഇവന്റെ പേരിലുള്ള കുറ്റം? ഇവൻ ഒരു തിരിമുണ്ടിന്റെ കള്ളനാണ്. അങ്ങനെയാണോ? അതെ, നമ്മുടെ നാട്ടിൽ കള്ളനോ? അതും കള്ളനെന്ന് സമ്മതിക്കുന്ന കള്ളൻ. ഇവൻ അനവധി കളവുകൾ തന്നിട്ടുണ്ട്. ഇതുവരെയും ഇവനെ പിടിക്കാൻ ഒത്തിട്ടില്ല. മറ്റു തൊഴിലൊന്നും അറിയില്ലേ? അറിയില്ല തിരുമേനി. മോഷണം ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. ആരാ നിന്റെ ഗുരു? കായംകുളം കൊച്ചുണ്ണിയാണ്. കൊച്ചുണ്ണിയെ നേരിൽ കാണാൻ നമുക്ക് ഭാഗ്യമുണ്ടായിട്ടില്ല. അവന്റെ ശിഷ്യനെയെങ്കിലും കാണാൻ തരായല്ലോ. സന്തോഷായി. ഇവനെ കളിക്കുണ്ടിരിക്കുക. അനേകം കളവ് നടത്തിയവൻ. ഇവനൊരു പിടികിട്ടാൻ കള്ളനാണ്. നമ്മുടെ പട്ടാളക്കാർക്ക് ഇതുവരെയും ഇവനെ പിടിക്കാൻ ഒത്തിട്ടില്ല. മിടുക്കന. ഇപ്പോഴെങ്ങനെയാ പെട്ടത്? ചതിച്ചതാണ് തിരുമേനി. എങ്ങനെ? കക്കാനായി ഒരു വീടിന്റെ മേൽക്കൂരയിൽ കയറി ഓട് വിളിച്ച് താഴെ ഇറങ്ങാൻ തയ്യാറെടുക്കുമ്പോ ആ വീട്ടിലെ സ്ത്രീ ഭർത്താവിനോട് പറയുന്നത് കേട്ടു. തട്ടിപ്പുറത്ത് ഭരണിയിലെ സ്വർണമൊക്കെ ഭദ്രമാക്കി വെച്ചിട്ടില്ലേ എന്ന്. അപ്പോഴാണ് ആ വീടിന് തട്ടിപ്പുറമുണ്ടെന്ന് അടിയന് മനസ്സിലായി. അടിയൻ തട്ടിപ്പുറത്തിന് ഉയരം മനസ്സിൽ കണക്കാക്കി താഴോട്ട് ചാടി. എന്നിട്ടോ? കൈയൊടിഞ്ഞും കാലൊടുക്കി ഈ പരുവത്തിലായി തിരുമേനി. എന്ന് വെച്ചാ ആ വീടിന് തട്ടിപ്പുറം ഉണ്ടായിരുന്നില്ല. അടിയൻ താഴെ വന്നു വീണു.
പരുക്ക് പറ്റിയതിനാൽ ഓടാൻ കഴിഞ്ഞില്ല തിരുമേനി. അങ്ങനെയാ ഇവർ പിടിച്ചത്. ഭട്ടതിരി, ഇത് വഞ്ചനയല്ലേ, ചതിയല്ലേ? ഇവനെ ഇങ്ങനെയെങ്കിലും പിടിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി കരുതണം. ഇവന് നല്ല ശിക്ഷ കൊടുക്കണം. അത് മറ്റുള്ള കള്ളന്മാർക്കൊരു പാഠമാകും. വീട്ടുകാരനാണ് ഇവൻ. ഇവനെ പിടിക്കാൻ കഴിയാതിരുന്നത് നമ്മുടെ പട്ടാളക്കാർക്ക് അത് അവരുടെ കൊള്ളരുതായ്മ മൂലം. അതിന് ഇവനെയല്ല അവരെയാണ് ശിക്ഷിക്കേണ്ടത്. അതെന്തായി പറയുന്നത്? ഇങ്ങനെയെങ്കിലും പിടിക്കാൻ കഴിഞ്ഞു നമ്മുടെ ഭാഗ്യമല്ലേ? അപ്പൊ ഇവരെ ശിക്ഷിക്കണ്ടേ? ഭട്ടതിരി, അതല്ല ശരി. ജാതി എന്തായാലും ശരിയാ. വരട്ടെ, ആലോചിക്കട്ടെ. കള്ളനെ പിടിക്കാൻ ചതിപ്രയോഗമാവാം എന്ന ശാസ്ത്രമുണ്ട്. എന്തിനായാലും ചതി ശരിയല്ല. ഇവനെ ആദ്യം ശിക്ഷിക്കേണ്ടത് ഇവനെ ചതിച്ചവരെയാ. അത് ഇനി ഇവരെന്ത് ചെയ്യണം? മനസ്സിലായില്ലേ? ആ സ്ത്രീയെയും പുരുഷനെയും പിടിച്ചു കെട്ടിക്കൊണ്ട് വരിക. പുരുഷന്റെ മുമ്പിൽ വെച്ച് ആ സ്ത്രീക്ക് ചക്കവാറടി നൽകുക. എന്താ തിരുമേനി പറയുന്നത്? കൽപ്പന അനുസരിച്ചാണ്. ഇവരെ ഇനി എന്താ ചെയ്യേണ്ടത്? ഇവനെ നല്ല ചികിത്സ കൊടുക്കണം. കാഞ്ഞിരം പാത്തിയിട്ട് ചവിട്ടി ഒഴിഞ്ഞ് 101 ക്ഷീരബല കൊടുക്കണം. അതിനുള്ള ഏർപ്പാട് ചെയ്യാം. ഇവൻ കാരണം ഇവൻ സത്യസന്ധനായ കള്ളനാണ്. എന്തേ? അല്ല, കൽപ്പന അനുസരിക്കാതെ. നീ പോയിക്കോ. സുഖമായ ശേഷം വരിക. നിന്നെ പോലുള്ളവർ ഇടുക്കിടയിൽ ഇവിടെ വരുന്നത് ഈ കൊട്ടാരത്തിനൊരു അന്തസ്സാ. അങ്ങനെയാവട്ടെ തിരുമേനി. അയ്യോ 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 പാവം, വല്ലാതെ വേദനിക്കുന്നുണ്ടാവും. എന്താ കീചകവർമ്മ? അതെ, എന്താ? ഒന്നും ഞാൻ പറയുന്നില്ല. അങ്ങോട്ട് പറയാം. കീചകവർമ്മൻ, നീ നേരത്തെ എന്താ പറഞ്ഞത്? ഇങ്ങോട്ട് വീട്ടിൽ വരുമെന്നോ? അതെ പറഞ്ഞല്ല, കൽപ്പിച്ച് അവേ. ഭട്ടതിരി എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. തോന്നണം. എങ്കിൽ നമ്മുടെ സേനകളെ ഉടൻ തയ്യാറാക്കുക. കളിച്ചു വന്നാൽ കളി പഠിപ്പിക്കണം. അതെ, അത് തന്നെയാണ് മോൻ പറയുന്നത്. നാം പറഞ്ഞത് താൻ പറയണ്ട. സേനകളൊക്കെ തയ്യാറല്ലേ കീചക? കൽപ്പിച്ച് അതെ. പക്ഷേ ശത്രുപക്ഷത്തെ സംഖ്യത്തെ കുറിച്ച് കേട്ടപ്പോൾ അടിയൊരു ശങ്ക. എന്താ? അതിന്റെ 10 നമുക്കുള്ളൂ. അതിനെന്താ? അംഗബലമില്ലേ? ആയുധബലമില്ലേ? അതും വളരെ കുറവ്. ആയുധമെടുത്ത് മുട്ടോർച്ച് നിന്ന് പോരാടാൻ കഴിയുന്നവർ നമ്മേ കുറവ്. എനിക്ക് പിന്നെ എന്താ വഴി? താനല്ലേ സേനാനായകൻ. തിരുവേനി, സ്വാമി കാലും വെച്ച് ആരാ ചിരിച്ചത്? അടിയൻ, ആരാ ചിരിച്ചതെന്ന്? അടിയൻ,
നമുക്കാണെങ്കിൽ കഥകളി പഞ്ചവാദ്യം സംഗീതം തിരുവാതിരക്കളി ഇങ്ങനെയൊക്കെ ഒന്ന് കൂടാന്നല്ലാതെ എന്തൊക്കെ പറഞ്ഞാ ദേശം ബുദ്ധിമുട്ടാണ്. എന്താ ചെയ്യപ്പോ? ഒന്നും ചെയ്യാനില്ല, ഓടുക. പ്രാണെങ്കിലും കിട്ടൂലോ. ഓടിക്കാം, ഓടിക്കാം, ഓടാ. എന്നാലും ഇദ്ദേഹത്തിന്റെ കാര്യം ഓർക്കുമ്പോഴാ നാം ഫലിതം പറഞ്ഞില്ല. മൂഷിക കൊണ്ടുവരൂ, നാം ഒന്ന് ചിന്തിക്കട്ടെ. ചിന്തിച്ചോളൂ, ചിന്തിച്ചോളൂ, ഇഷ്ടംപോലെ ചിന്തിച്ചോളൂ. പട്ടതിനെ ചിന്തിച്ചോളൂ. ഇവിടെ ചിന്തിക്കാം. അതല്ലേ? അപ്രതീക്ഷിതമായതുകൊണ്ട് പകച്ചുപോയി. മൂഷിക വേട്ടി അത് നമ്മുടെ നാസിക അടക്കം ചെയ്ത പെട്ടി എവിടെ? അതിന് വല്ലതും പറ്റിയ? അത് പള്ളികളെ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. നന്നായി നന്നായി. നമ്മുടെ കൈ എങ്ങനെ വന്ന് ഭവിച്ചു? അതിപ്പോ അടിയൊരു സംശയം, ഇത് ശത്രുരാജ്യത്തിന്റെ ഗൂഢാലോചന വല്ലതുമാണോന്ന്. അതായത് ഈ നാട്ടുമാരണം പൂർവോത്തരം കൊടിവിദ്യ അങ്ങനെ എന്തെങ്കിലും. അതല്ല അതല്ല പിന്നെന്താ? തിരുമനസ് എന്താ
ഞാൻ പിന്നെ അതിലില്ല. ഉള്ളൂ. ആരുടെ? അമ്മട്ടൻ ചെമ്മകലവനെ തിരുമകത്തിന് മുന്നിലേക്ക് ഉടലെത്തിക്കൂ. വൈകരുത്. അതിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്യൂ കീചക. ആരുടെ? അമ്മട്ടനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരോ? കാണണ്ട, കാണണ്ട. നമുക്ക് ഈ ശമ്പന്റെ മുഖം കാണണ്ട. മുമ്പേ പറഞ്ഞില്ലേ? വേണം. ശിരച്ഛേദം തന്നെ വേണം. ഇനി ഇവനെ ആരും കാണരുത്. അയ്യോ അടിയനെന്തും തെറ്റു ചെയ്തു തമ്പുരാനെ. തെറ്റോ? ഇന്ന് നാം ശകുനം കണ്ടു. അത് അടിയന്റെ തെറ്റല്ലല്ലോ. അല്ലേ? ആ നേരത്ത് നീ വന്നതുകൊണ്ടല്ലേ മഹാരാജാവിന്റെ കൈ അടിയനോട് കൽപ്പന അതല്ലേ. അതെങ്ങനെ അടിയന്റെ തെറ്റായി മാറും? നിന്നെ ശകുനം കണ്ടതുകൊണ്ട് മഹാരാജാവ് സിംഹാസനത്തിൽ ഞങ്ങൾ വേണം. അത് സിംഹാസനത്തിന് തയ്യാറുണ്ടായിരിക്കും. എന്ത്? നമ്മുടെ ചരിത്ര പ്രസിദ്ധവും പുരാണ പ്രസിദ്ധവുമായ ഈ സിംഹാസനത്തെ ആക്ഷേപിക്കുന്നു. പൊന്നു തിരുമേനിയുടെ കഴുത്തുളിക്കും. കഴുത്തൊടിയതായിരുന്നു. നിന്നെ കണ്ടതുകൊണ്ട് ഇതിപ്പോ എങ്ങനെയായിരുന്നു? നീ ശകലത്തിന് അശേഷം കൊള്ളില്ല. തമ്പുരാനെ, അടിയന്റേതായ അല്ലാത്ത കുറ്റത്തിന് അടിയന്റെ തല എടുക്കരുത്. മിണ്ടരുത്. കീചക, ഇനി വൈകണ്ട. വൈകിയാൽ ചിലപ്പോ നമ്മുടെ മനസ്സ് മാറും. അമ്മട്ട നടക്കേ, നടക്കട്ടെ. വധശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് കാലാകാലങ്ങളായി വന്നിരുന്ന ഒരു ആചാരമുണ്ട്. അമ്പട്ട, ഇതിന്റെ അവസാനമായിട്ട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? തിരുമേനി കോപിക്കരുത്. അടിയനൊരു കാര്യം ചോദിക്കാറുണ്ട്. അടിയന്റെ തലയറുത്താലും തിരുമേനി ഒന്ന് ചിന്തിക്കണം. അടിയന് ശബ്ദം കണ്ടതുകൊണ്ട് അങ്ങയുടെ കൈ നോക്കി. എന്നാൽ അങ്ങയെ ശകുനം കണ്ടതുകൊണ്ട് എന്റെ തല തന്നെ പോകാൻ തുടങ്ങുകയാണ്. എന്ത് അസംബന്ധം പറയുന്നു? ആ നിലയ്ക്ക് അടിയനാണോ അങ്ങയാണോ ശകുനം കാണാൻ സാധിച്ചവൻ? എന്ത്? സംബന്ധമല്ല, സത്യമാണ്. എന്ത്? അടിയന്റെ തല ഏതായാലും പോകുന്ന കാര്യം ഉറപ്പായി. ഇനി ചാവാൻ പോണ നേരത്ത് നുണ പറയാൻ ഉദ്ദേശിക്കുന്നില്ല.
ഇതിനേക്കാൾ സകലദോഷം നമുക്ക് തന്നെയാ. എന്താ പദ്ധതി? എന്താ കീഴോർമ്മ? അത് ശരിയാ. അങ്ങനെ തന്നെയാ. ചെമ്പകരാമൻ സന്തോഷായി. നീ പഠിപ്പിച്ച ആ പാഠമുണ്ടല്ലോ, അസലായി. പാവം തല പോയാന്. നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോ, നാം വരും. ഒറ്റ തവണയെ ചോദിക്കാവൂ, ഒരു കാര്യമേ ചോദിക്കാവൂ. അതിപ്പോ തന്നെ ചോദിക്കേ വേണം. അറിയാലോ എന്റെ തിരുമേനി, ആ വരട്ടെ വരട്ടെ. നമ്മുടെ ഒരു അവസ്ഥ, നമ്മുടെ തലയും കാര്യവും ചോദിക്കരുത്. ഒന്ന് തിരുവേദി, അടിയനൊരു കാര്യം ചോദിക്കാൻ പോവുകയാണ്. ചോദിച്ചോളൂ. തിരുവേദി, ഇരുന്നാണ് ഞെട്ടൽ. എന്തിനാ ഞെട്ടണ്? തരില്ലാതെ പറയരുത്. വരാന്ന് പറഞ്ഞതല്ലേ. അടിയന് നിനക്ക് അടിയന് അടിയനൊരു ബ്രാഹ്മണനാണ്. ബ്രാഹ്മണനാവില്ലേ? അടിയൻ അമ്പട്ടനാണ്, കീഴ്ജാതിക്കാരനാണ്. കീഴ്ജാതിക്കാരുടെ ആട്ടും തുപ്പും അക്രമവും വെച്ച് മടുത്തു. അവരിൽ നിന്നും മോചനം കിട്ടാനാണ് ഞാൻ ബ്രാഹ്മണൻ. എല്ലാവരും എന്നെ അപ്പട്ട അപ്പട്ടാവാൻ വിളിക്കുന്നത്. അടിയന് നല്ലൊരു പേരുണ്ട്. ആ പേര് ആരും തന്നെ വിളിക്കാറില്ല. ഈ ഗതികേടിൽ നിന്ന് അടിയനെ രക്ഷിക്കണം തിരുമേനി. നീ എന്താ ഈ പറയണേ? അമ്മട്ടൻ ബ്രാഹ്മണനാവേ? സാധ്യല്ല. മറ്റെന്തെങ്കിലും ചോദിച്ചോളൂ. രണ്ടാമതൊന്ന് ചോദിക്കുന്നത് അവിടുന്ന് തന്നെയല്ലേ പറഞ്ഞത്, എനിക്ക് ഇത് തന്നെ സാധിപ്പിച്ചു തരണം. അവളായോ ഭട്ടതിരി? അവളായോ ഭട്ടതിരി? പൂജാതി കർമ്മങ്ങൾ ചെയ്ത് ശുദ്ധീകരിച്ചാല് ബ്രാഹ്മണനാവാം. ആകെ ആകെ എന്നാൽ അക്കാര്യം നടക്കട്ടെ. വേണ്ട ഏർപ്പാടുകൾ ചെയ്യൂ. ആരും വേണ്ട ഭട്ട. ആരും കൊണ്ടുപോവാ. ഇപ്പോ എല്ലാവർക്കും ബ്രാഹ്മണനാവണം. എവിടെ പോയാലും ബ്രാഹ്മണനാവണം. ഇപ്പൊ വലിയ വലിയ ആൾക്കാരും പറയാം
അതിനെന്തായാലും ശരീരത്തിൽ ഉണ്ടല്ലോ. അത് ഇതിനെ കുറിച്ച് തനിക്ക് ഗ്രാഹ്യമില്ലാത്തത് കൊണ്ടാ. മനസ്സിലായോ? എങ്ങനെയാലും ശരീരത്തിൽ ഉണ്ടല്ലോ. പിന്നെ ഒരു കാര്യം അങ്ങനെ ചെയ്യാം. തനിക്ക് ഈ പൂണൂല് ഇങ്ങനെ ഇടാണ്ട് തന്നെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ അങ്ങനെ അരേടി കെട്ടിയാലും മതി. അമ്പട്ടെന്നോ? പിന്നെ ബ്രാഹ്മണൻ. അയ്യോ അമ്പട്ടം ബ്രാഹ്മണൻ. എടോ കീചകൻ, അതിന്റെയൊക്കെ ഈ അമ്പെണ്ണ വിളി നിർത്തി തരാം. ഈ വിളി നിർത്തിയില്ലെങ്കിൽ അതിന് വേറെ വഴി കണ്ടിട്ടുണ്ട്. ഇത് തന്റെ പേര് വിളിച്ചതിന് ഇനി അങ്ങനെ തന്നെ വിളിക്കാനുള്ള ഭാവം. ബ്രാഹ്മണൻ ശൂദ്രനെ പേര് വിളിച്ചാ മതി. അതിനായി ജീവിക്കേണ്ടി വരുമോ? ഓരോരോ വിഡിത്തങ്ങള് അനുഭവിക്കന്നെ. അനുഭവിക്കുക ആ തീരുമാനിച്ചു വരണോ? അയ്യോ തിരുമനസേ, എന്താ ഈ നേരത്തെ എഴുന്നള്ളിത്? എന്താ തന്റെ പരാതി? ഇനി അങ്ങനെ പറയേണ്ടതില്ലല്ലോ. ഇവരൊക്കെ നമ്മെ അമ്പട്ടാ വിളിക്കുന്നു. അതിനെന്താ ശരിയല്ലേ? അങ്ങനെ എന്നെ ബ്രാഹ്മണനാക്കിയത് അങ്ങനെ മറന്നുപോയോ? ശരിയാ അങ്ങനെ നാമും വന്നു. നീ അങ്ങനെ നാമും പിടിക്കാൻ പാടില്ലല്ലോ. അങ്ങ് ഇപ്പൊ എന്താ വേണ്ടേ? ഇത് ഇവരൊന്നല്ല. ആരും അങ്ങ് അമ്പട്ടാന്ന് വിളിക്കാൻ പാടില്ല. അതിന് കൽപ്പന ഉണ്ടാവണം. ഇപ്പൊ എങ്ങനെയുണ്ടോ ഒരു കുഴപ്പം? ഉണ്ട്, കുഴപ്പമുണ്ട്. ശരി, വേലൽ ആരും ഇദ്ദേഹത്തെ അമ്പട്ടൻ എന്ന് വിളിക്കാൻ പാടില്ല. ശിക്ഷ കിട്ടും. ഇദ്ദേഹം ബ്രാഹ്മണനാണ്, കേട്ടില്ലേ? നമ്മുടെ നാളെ ഇതേ വരൂ. പറയൊരുക്കം വേണ്ടെന്നറിയായി. പകർത്തിയായിട്ടോ നടക്കുന്ന പോലെ ആവുമല്ലേ? ഇരിക്കല്ലേ, അനിതം പറഞ്ഞില്ല. ഉണ്ടാവുകയാണെങ്കിൽ
ഭരതരി, എന്താ വേണ്ടത്? ആ, നിന്ന്. അങ്ങയുടെ കയ്യിലൊന്നും ഇല്ലാതെ ഒന്നുമില്ലാന്ന് തന്നെ. ആവശ്യം നേരത്തെ ഒന്നും തോന്നൂല. അങ്ങേ തിരിച്ചുവിട്ടാലോ? ഇല്ല, പരിചയപ്പെട്ടല്ലേ? പേടിയും കുട്ടിയോളും സംബന്ധങ്ങളും കുട്ടിയോളും ഒക്കെ ആയിട്ട് പ്രാരബ്ധം ഉണ്ടല്ലോ എന്ന് കരുതിയ ചെമ്പരാമൻ അങ്ങേറ്റെന്ന് തോന്നുന്നു. ചെമ്പകരാമൻ എന്തെങ്കിലും തോന്നുന്നുണ്ടോ യുദ്ധത്തിനെ കുറിച്ച്? നമ്മളായിട്ട് യുദ്ധം ചെയ്യില്ല എന്നൊരു വ്യക്തിയ യുദ്ധം ചെയ്തന്നെ അടങ്ങൂന്ന് വന്നാല് നമ്മളതിന്റെ വ്യക്തിയ അതിനെ അങ്ങേക്കാൾ വലുതാ. ഛേ, ആ വിരുദ്ധനെ വരൂ. ശീലിച്ചതല്ലേ? നീ വരാതെ നോക്കാം. ജയിച്ചേക്ക. ഈ ഏർപ്പാടാക്കിയ അമ്മക്കണ്ണും പോയി 2 ദിവസമായിട്ട് ക്ഷൗരവുമില്ല, സുഖവുമില്ല. ഉടനെ മറ്റൊരുത്തനെ ഏർപ്പാടാക്കണം. ഇന്ന് തന്നെ വേണം. അതോടെ ഇന്ന് തന്നെ ഒരു തിരുവാതിരക്കളി ഏർപ്പാടാക്കാം. ഈ യുദ്ധവും പടച്ചക്രവും ഒക്കെ അവിടെ ഇങ്ങനെ കിടക്കട്ടെ. പിന്നെ ഇന്നത്തൊന്നും പോവാം. അകത്തുള്ളോളും കുട്ടിയോളും കണ്ടിട്ട് ഈശിക്കാനല്ല. അതെ, ഞാനും അതെങ്ങനെ വിചാരിക്കണേ. പിന്നെ യുദ്ധം എന്നൊക്കെ കേട്ടപ്പോ തിരുമനസ് അതിന് സമ്മതിക്കാവോ? അതെ നമുക്കും വീട്ടിലൊന്നും ഓണമെന്നുണ്ട്. തനിക്കെങ്ങനെ വീട്ടിൽ പോവാൻ പറ്റുക? അതെന്താ? താൻ ബ്രാഹ്മണനും വീട്ടിലുള്ളവര് അമ്മട്ടന്മാരും അല്ലേ? അതെന്താ കുഴപ്പം? എന്തത്? ബ്രാഹ്മൺ അമ്മട്ടവിടെ പോയി. എന്താ പോയാല്? അയിത്താവില്ലേ? അയ്യോ അല്ല, അതെ ഈ ബ്രാഹ്മണന് അതിനെ കുറിച്ചുള്ള വലിയ ഗ്രാഹ്യമൊന്നുമില്ല. താൻ ബ്രാഹ്മണനും തന്നെ കെട്ടിയോട് അമ്മട്ടത്തിൽ, അതിലും കുറെ അമ്മട്ടപ്പിള്ളേരും. വേഗം കേമായി. ബ്രാഹ്മണൻ അവസാനത്തിൽ പാവം പുതിയ വാക്കായി. ബ്രാഹ്മണ അഥവാ പോകണമെന്നുണ്ടെങ്കിൽ ഓ, രാത്രി പോയാ മതി. ഇനിയിപ്പോ രാത്രി പോയിട്ട് ആരെങ്കിലും കണ്ടു നണ്ടെന്ന് വെക്കാം. ഒന്ന് കുളിച്ചാ മതി. ഓ ശിവനെ, ശിവനെ. അടിയന്റെ വീട്ടിലൊന്നും പോകാൻ പറ്റാതായല്ലോ. അടിയന്റെ വീട്ടിലൊന്നും പോകാൻ പറ്റാതായല്ലോ.
ഞാനൊന്നും വേണ്ടാന്ന് വെച്ചേ. അല്ലെങ്കിൽ തന്നെ ഞാൻ കുടിയതെല്ലാം വയ്യപ്പോ അവര് കരുതിക്കാണും ഞാൻ നേരെ വെളിയടിച്ചത്. അല്ലെങ്കിൽ തന്നെ ആദ്യം മുതലേ അവർക്ക് എന്നെ വിശ്വാസമില്ല. അപ്പോ അങ്ങനെ ഒരു സംശയമുള്ള നിലയ്ക്ക് ഉടനെ തന്നെ ഒന്നങ്ങ് അച്ചരിക്കണ്ട. അതായത് ബ്രാഹ്മണനായതല്ലേ ഒരു വലിയ കാവ. അത് കൊള്ളാം. പക്ഷേ വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഒരു പ്രയാസം. രണ്ടും കൂടി അക്കാര്യം നടക്കൂല. ഒന്ന് വേണ്ടാന്ന് വെച്ചാൽ കാര്യം നടക്കും. അതിപ്പോ കൂടുതലാണോ കുടുംബമാണോ ഏതാ വേണ്ടത് വെച്ചാൽ അമ്മ തീരുമാനിക്കാം. അമ്മനല്ല അത് തീരുമാനിക്കാം. ഇയാൾക്ക് കത്തിയുള്ള അപകടമല്ലേ? നമ്മുടെ അമ്മട്ടിന് എന്ത് പറ്റിയടാ? അമ്മട്ട തിരുമേനി തല പോകും. അയ്യോ അയ്യോ എന്ത് പറ്റി? നിനക്ക് മനസ്സിലായില്ലേ? അയാൾ തിരുമേനി അയാൾ തിരുമേനി നിനക്ക് മനസ്സിലായില്ലേ? അയാൾ ബ്രാഹ്മണനായപ്പോ അയാൾക്ക് അമ്മത്തെ കൂടി പോകാൻ പറ്റാണ്ടായി. അപ്പോ അയാൾക്ക് ബ്രാഹ്മണനാവണ്ട എന്നുണ്ടോ? അയാൾക്ക് ഇപ്പൊ എന്താ കാളനും പിടിച്ചുകൂടാ വിട്ടുകൂടാ കയറും വിട്ടുകൂടാന്നുള്ളത്. അയാളെ പിടിക്കുന്നു. അവരെ ചെയ്യാതെ സുഖമില്ല. ഒരു കാര്യം പറയാം. എന്താ പറഞ്ഞോളൂ. അതിൽ വീട്ടിൽ അല്ല നമുക്ക് വീട്ടിലൊന്ന് പോകണമെന്നുണ്ട്. അതിനെന്താ പറഞ്ഞോളൂ. അതിന് നീ അല്ല അങ്ങ് അനുവാദം ഒന്നും ചോദിക്കണ്ട. അതുകൊണ്ടല്ല വീട്ടിലുള്ളവരല്ല അപ്പഴത്തമാരല്ലേ മാത്രം അല്ലേ ബ്രാഹ്മണനുള്ളൂ. അതുകൊണ്ട് എന്താ കുഴപ്പം?
ഇനി എന്ത് ചെയ്യും ഈശ്വര? ഒരു കൊന്ത നല്ല ഒന്നായിക്കോട്ടെ, എടുത്തങ്ങ് വിഴുങ്ങ. നല്ലോണം ആലോചിച്ചിട്ട് മതിയായിരുന്നില്ലേ? ബ്രാഹ്മണനാവണം എന്ന് പറഞ്ഞപ്പോ ഇത്രയൊന്നും ഓർത്തില്ല അല്ലേ? അനുഭവിക്ക അനുഭവിക്ക. എന്നാൽ അടിയനെ പഴയ അമ്പട്ടനാക്കണം. അമ്പട്ടനെ ബ്രാഹ്മണനാക്കി. ഇനി ബ്രാഹ്മണനെ അമ്പട്ടനാക്കി നടപ്പില്ല. മേൽജാതിക്കാരുടെ ആട്ടും തുപ്പും അക്രമം വെച്ച് അവരോട് പ്രതികാരം ചെയ്യാനാണ് ബ്രാഹ്മണനായത്. ഇപ്പോ മേൽജാതിക്കാരന്റെ മുറ്റത്തിൽ കൂട്ടില്ല, കീഴ്ജാതിക്കാരൻ അടുപ്പിക്കില്ല.